സ്റ്റോക്ക് മാർക്കറ്റ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്, തുടക്കക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടെ എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിയുന്ന ആളുകളാണെങ്കിൽ ഈ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. കാരണം ഇത് ഏറ്റവും ബിഗിനേഴ്സ് ആയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, നിങ്ങൾ ബിഗിനേഴ്സും അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ച് അറിയുന്ന ആളുകൾക്കും നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട്, അത് നിങ്ങൾക്ക് ആ തരത്തിൽ അത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നതായിരിക്കും. ഇന്ത്യയിൽ പ്രധാനമായും 2 സ്റ്റോക്ക് മാർക്കറ്റുകളാണുള്ളത്. ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE, രണ്ടാമത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE. ഇവിടെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ എന്താണ് നടക്കുന്നത് അല്ലേ. സ്റ്റോക്കുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഷെയർ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റോക്കിനെ കുറിച്ച് കുറച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. എന്താണ് സ്റ്റോക്ക് എന്ന് നമുക്കറിയാം, സാധാരണ എല്ലാവരും കേട്ടിട്ടുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു ബിസിനസ് തുടങ്ങി അത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഫണ്ട് ആവശ്യം വരും. നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ നടത്തിയാൽ അല്ലേ, കുറച്ചും കൂടെ ഫണ്ട് ഇട്ടുകൊണ്ട് കുറച്ചും കൂടെ വിപുലമാക്കിയാൽ നമ്മുടെ സ്ഥാപനം കുറച്ചും കൂടെ നന്നായിട്ട് വളരുന്നു തോന്നുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പണ്ട് ചെയ്തു പോകുന്നൊരു സിസ്റ്റമാണ് നമ്മളൊരു പാർട്ട്ണർ ഉണ്ടാക്കില്ലേ. നമ്മുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ ബന്ധുക്കളിൽ ആരെടുത്തെങ്കിലും പറയും ബിസിനസ് കുറച്ച് നന്നായിട്ട് പോകുന്നുണ്ട്, കുറച്ചും കൂടെ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് വലിയ രീതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളും കൂടെ എന്ത് ചെയ്യുക, ഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല രീതിയിൽ പോകാം, അതിന് ഞാൻ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു 30% നിങ്ങൾക്കും കൂടെ തരാം അല്ലേ. അത് പറഞ്ഞിട്ട് നമ്മൾ അവരുടെ നിന്ന് ഫണ്ട് വാങ്ങിക്കും. ഇതാണ് പാർട്ട്ണർഷിപ്പ് അല്ലേ. ഇതേ സെയിം സംഭവം വലിയ കമ്പനികൾക്ക് അവർ ഇപ്പം ചെയ്തിരിക്കുന്ന ബിസിനസ് ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടാനും വലിയ വളർച്ചാ സാധ്യത ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫണ്ട് റേസ് ചെയ്യണം അല്ലേ. അങ്ങനെ ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഇന്ന് നമുക്ക് സർക്കാരുകൾ അനുവദിക്കുന്നുണ്ട്, കമ്പനികളെ ഫണ്ട് റേസ് ചെയ്യാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നതിനാണ് നമ്മൾ IPO എന്ന് പറയുന്നത്. IPO വഴിയാണ് കമ്പനികൾ ആദ്യമായിട്ട് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ പറഞ്ഞതുപോലെ അവിടെ സ്റ്റോക്കിൻ്റെ ക്രയവിക്രയം നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം, അവർ ലിസ്റ്റ് ചെയ്യപ്പെടണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടും, സെബിൻ്റെ പെർമിഷൻ കിട്ടും. അങ്ങനെ അവരെന്ത് ചെയ്യും, പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കാൻ തുടങ്ങും. ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. നിങ്ങൾ വലിയ കമ്പനികൾ, ഇപ്പം റിലയൻസ് ആണെങ്കിലും HDFC ആണെങ്കിലും ഇതുപോലെ വലിയ കമ്പനികൾക്ക് അവർക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പറ്റും. അതായത് അവരുടെ കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്, അവരുടെ കമ്പനിയിലെ അവകാശം നിങ്ങൾക്ക് നൽകുന്നുണ്ട്, ലാഭവിഹിതം നൽകുന്നുണ്ട് അല്ലേ. ഇത് നൽകിക്കൊണ്ട് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കും. അപ്പം അവരുടെ കമ്പനി ഒരു 100 1000 ഭാഗമായിട്ട് അവർ ഭാഗിച്ചിട്ട് അതിൽ ഒരു ഭാഗം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ചെറിയൊരു ഫണ്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് 1000 രൂപയോ 2000 രൂപയോ അല്ലെങ്കിൽ 100 രൂപയോ 1 രൂപയ്ക്ക് പോലും വാങ്ങിക്കാൻ പറ്റുന്ന കമ്പനികളുടെ ഷെയർ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അവിടെ നടക്കുന്നത് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും. നിങ്ങൾക്ക് ചെറിയൊരു രൂപം കിട്ടിയിട്ടുണ്ടാവും. ഇത്രയൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കമ്പനികളുടെ നിയന്ത്രണം, അതായത് അതിന് നിയമനിർമ്മാണം നടത്തുകയും അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നത് സെബിയാണ്. അങ്ങനെ സെബി മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന കമ്പനികൾക്ക് ഇന്ത്യയിൽ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഫണ്ട് സ്വരൂപിച്ച് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ നമ്മളിങ്ങനെ വാങ്ങിക്കുന്ന സ്റ്റോക്ക്, കമ്പനികളിൽ നിന്ന് വാങ്ങിക്കുന്ന സ്റ്റോക്ക് നമുക്ക് വീണ്ടും മറ്റൊരാൾക്ക് വിൽക്കാൻ പറ്റും അല്ലേ. എൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് എനിക്ക് ഫണ്ടിൻ്റെ ആവശ്യം വരുമ്പോൾ അത് മറ്റൊരാൾക്കും കൂടെ എനിക്ക് വിൽക്കാൻ പറ്റും. അത് അങ്ങനെ ഷെയറുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഇത് പണ്ട് കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ ഡിജിറ്റൽ അല്ലായിരുന്നു, അത് ഷെയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ആളുകൾ പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഷെയർ സർട്ടിഫിക്കറ്റ്, അത് ഫിസിക്കലായിരുന്നു. പക്ഷേ ഇന്നതല്ല, ഇന്ന് മാർക്കറ്റ് ടെക്നോളജി ഒരുപാട് വളർന്നു. ഇപ്പോൾ നിലവിൽ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ബാങ്ക് അക്കൗണ്ടിൽ എങ്ങനെയാണോ ഫണ്ട് ഇടുന്നത് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മളെ സ്റ്റോക്കുകൾ വാങ്ങാനും വിൽക്കാനും വേണ്ടിയിട്ട് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ബാങ്കുകൾ എങ്ങനെയാണോ RBI റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാങ്കുകളുടെ പ്രവർത്തനം എങ്ങനെയാണോ RBI നിയന്ത്രിക്കുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനികളുടെ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് സെബിയാണ്. അപ്പോൾ സെബിയുടെ അണ്ടറിലാണ് നമുക്കിന്ന് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്റ്റോക്കുകളുടെ വാങ്ങലും വിൽക്കലും എല്ലാം പ്രധാനമായിട്ട് നടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം അല്ലേ, നമ്മളെ ഫണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട് വേണം. അതുപോലെ തന്നെ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടുത്ത് വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഏതൊരു ഡിമാറ്റ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുക, നല്ല ബെസ്റ്റ് ഡിമാറ്റ് അക്കൗണ്ട് എന്താണ്, എന്തെല്ലാം ക്വാളിറ്റീസ് ഒരു ബ്രോക്കർക്ക് ഉണ്ടായിരിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. വരുന്ന വീഡിയോസിൽ വളരെ ഡീപ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. അത് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ പോകാൻ പാടുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം.
ഇനി നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ NSE BSE 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണെന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് 2 തരം എക്സ്ചേഞ്ചും കൂടെ ഉണ്ട്. കറൻസി എക്സ്ചേഞ്ചും അതുപോലെ തന്നെ കമ്മോഡിറ്റി എക്സ്ചേഞ്ചും. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ നമുക്ക് മെറ്റൽ, ഗോൾഡ്, സിൽവർ ഇതുപോലുള്ള മെറ്റലുകളും ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, അതേപോലെ തന്നെ നാണ്യവിളകളായ കുരുമുളക്, അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ് മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് MCX. ഇനി അതുകൂടാതെ നമുക്ക് മറ്റൊരു എക്സ്ചേഞ്ചാണ് കറൻസി എക്സ്ചേഞ്ച്. കറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇതാണ് മറ്റൊരു എക്സ്ചേഞ്ച്. അപ്പോൾ 4 തരം എക്സ്ചേഞ്ച് നമ്മൾ മനസ്സിലാക്കി വെക്കണം. NSE BSEയിൽ തന്നെ NSEയിൽ നിങ്ങൾക്ക് സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പറ്റും, അതേപോലെ തന്നെ കമ്മോഡിറ്റി വാങ്ങിക്കാൻ പറ്റും അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വർണം വാങ്ങിക്കാം, വെള്ളി വാങ്ങിക്കാം, അതേപോലെ നിങ്ങൾക്ക് ഏലം വാങ്ങിക്കാം, കുരുമുളക് വാങ്ങിക്കാം, ഇതൊക്കെ വാങ്ങിക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് കറൻസി എക്സ്ചേഞ്ചിൽ നമുക്ക് രൂപയുടെ വിനിമയം, രൂപ വാങ്ങുക വിൽക്കുക ഇതും ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി വരുന്ന വീഡിയോയിൽ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകണം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു നല്ലൊരു ഇൻവെസ്റ്ററോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ട്രേഡറോ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.